ഹലോ, സുഖല്ലേ? അപ്പൊ ഉച്ചയ്ക്ക് ഇങ്ങനെ പോന്നേനുവേ. പോന്ന വഴിക്ക് ആടെ ഒരു കല്യാണപ്പൊര. പിന്നെ ഒന്ന് കേറി കീഞ്ഞ്. അഭിമാനത്തിന്റെ കാര്യമെല്ലാം ആടെ നിക്കട്ടെ. അതിനെപ്പറ്റി നമുക്ക് പിന്നെ പറയാം. ഇനിയിപ്പം കുറച്ച് ആളുകൾ എന്തായാലും പറയും ഇങ്ങളെപ്പോലത്തെ ആളുകൾ ഇങ്ങനെ വിളിക്കാത്ത പരിപാടിക്ക് കേറുമ്പോൾ വിളിച്ച ആളുകൾക്ക് ആടെ ഫുഡ് കിട്ടൂലല്ലോ. അപ്പം വിളിച്ച അവർക്ക് ഭയങ്കര മോശമല്ലേ എന്നല്ലോ. ശരി തന്നെയാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ ഈ കല്യാണം ഉണ്ടല്ലോ, ഇത് എല്ലാം പൂട്ടിക്കെട്ടാനാവുന്ന സമയത്താണ് ഞാനിവിടെ കേറിയത്. പിന്നെ കുറച്ച് ഭക്ഷണം ബാക്കിയുണ്ടായിരുന്നു. അപ്പം അത് പിന്നെ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. ഏ അപ്പം അങ്ങനെ കേറുന്നതിന് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇവിടുന്ന് ചിക്കൻ ബിരിയാണിയും കഴിച്ചിന്, ചിക്കൻ ഫ്രൈയും കഴിച്ചിനെ. നെയ്പ്പത്തിലും എന്തെല്ലോ സ്റ്റൂ എല്ലാം ഉണ്ടേനും തോന്നുന്നു. അതിൻ്റെ എല്ലാം അവശിഷ്ടങ്ങൾ ആടെ ഇവിടെയെല്ലാം കണ്ട പോലെ ഉണ്ടേനും. പക്ഷേ അതെല്ലാം തീർന്നിന്. അപ്പോൾ ചിക്കൻ ഫ്രൈയിൽ അടിപൊളി ടേസ്റ്റിയാണ്. പിന്നെ ആ ബിരിയാണി ഒരു രക്ഷയുണ്ടായില്ല. 2 റൗണ്ട് കഴിച്ചിന് കേട്ടോ ഇവിടുന്ന്. എന്നിട്ട് ഞാൻ നേരെ പോയത് ഒരു പ്രൊഡക്റ്റിൻ്റെ ഷൂട്ടിനായിരുന്നു. അത് കഴിയുമ്പോഴത്തേക്കും ഒരു 2, 2.5 മണിക്കൂർ എടുത്തിന് കേട്ടോ. അപ്പോഴത്തേക്കും പിന്നെയും വിശക്കാൻ തുടങ്ങി. പിന്നെ ഞാനും അതിൻ്റെ ഒരാളും കൂടെ പിന്നെയും ഫുഡ് അടിക്കാൻ പോയി. മൂപ്പര് ചോദിച്ചു ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ലല്ലോന്ന്. ഞാൻ പറഞ്ഞു ഇല്ല, ഇപ്പം ഇങ്ങോട്ട് വരുന്ന തിരക്കില് കഴിക്കാൻ പറ്റിയിട്ടില്ല. ഒരു ലൈം ജ്യൂസ് മാത്രമേ കുടിച്ചിട്ടുള്ളൂ എന്ന്. അങ്ങനെ നമ്മളൊരു 10 പീസ് ഫ്രൈഡ് ചിക്കൻ വാങ്ങിച്ച് അതിൻ്റെ അകത്ത് 3 എണ്ണം മൂപ്പര് കഴിച്ച് ബാക്കി 7 എണ്ണം പിന്നെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് ഞാനാ കഴിച്ചത്. പിന്നെ ഒരു 4 ബർഗർ വാങ്ങിച്ചിന്. 2 ബർഗർ ഞാൻ കഴിച്ചു. ഒന്ന് നോർമലും പിന്നെ ഒരു ഡബിൾ സിംഗർ ബർഗറേനു. അത് അത്യാവശ്യം കുറച്ച് നല്ല നല്ല ഹെവി തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു ചിക്കൻ റാപ്പും കഴിച്ച്. പിന്നെ ഒരു ഫുൾ ചിക്കൻ അൽഫാമും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എന്തോ ഒരു ഓഫറിന് കിട്ടിയാലും വാങ്ങിച്ചതാണ് മൂപ്പര്. അപ്പോൾ ഇതും ഒരു പകുതി മുക്കാലോളം എൻ്റെ ഈ കുടലിലോട്ട് തന്നെയാണ് പോയത്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം കഴിഞ്ഞ് സന്ധ്യയായല്ലോ ഞാനൊരു സ്പോട്ടിലേക്ക് പോയേ. ആ സ്ഥലത്ത് തന്നെയാണ് അന്നത്തെ ദിവസം ഞാൻ താമസിച്ചതും കേട്ടാ. ഇത് ഒരു ബീച്ചിൻ്റെ സൈഡിലുള്ള ഒരു പ്രോപ്പർട്ടിയാ. ആടാ ഞാൻ പോയ അന്നേ ദിവസം രാത്രി ഒരു ബർത്ത്ഡേ ഫംഗ്ഷനിലുണ്ടായിരുന്നു. അപ്പം അതിനും പങ്കെടുത്തിട്ട് ആടുന്ന് ഫുഡ് കഴിച്ചിനെ. ഈ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഇതൊരു റിസോർട്ടൊന്നുമല്ല, ഒരു ഹോം സ്റ്റേ ആണെന്ന് പറയാം. ബീച്ച് വ്യൂ ഹോം സ്റ്റേ എന്നാണ് ഈ ഹോം സ്റ്റേൻ്റെ പേര്. ആ പേര് അനുവർത്തമാക്കും വിധം ബീച്ച് തന്നെയാണ് കേട്ടാ ഈ ഹോം സ്റ്റേൻ്റെ നേരെ മുമ്പിലുള്ളതും. അപ്പം എൻ്റെ രാത്രിയത്തെ ലൈറ്റായിട്ടുള്ള ഭക്ഷണമോ ഇവിടുന്ന് തന്നെയാണ് ഞാൻ കഴിച്ചത്. ഫുഡ് കുറച്ചധികം ഉണ്ടേനും കേട്ടോ. എല്ലാം വിശദമായിട്ട് കാണിച്ചു തരാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ബാഗെല്ലാം എടുത്തിട്ടൊന്ന് റൂമിൽ വെക്കട്ടെ. ഒരാൾക്ക് അല്ലെങ്കിൽ 2 പേർക്ക് വിശാലമായിട്ടുള്ള സൗകര്യമുള്ള റൂമാണ്. വാ ഇനി ഈ ബാത്റൂം ഒന്ന് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല വിശാലമായ വെള്ളയും പിങ്കും കളറിലുള്ള ബാത്റൂമാണ്. പല്ല് തേക്കാനും കുളിക്കാനും ഇനിയെല്ലാം ഓടി വന്നിട്ട് കാര്യം സാധിക്കാനെല്ലാം പറ്റിയൊരിടം. സിറ്റ് ഔട്ടിൽ നല്ല ചാരു കസേരയിലായിട്ട് നല്ല പൊളി വൈബ് സ്ഥലം. ഈ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തോട്ടടയാണ്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ തോട്ടട ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ. പിന്നെ വൈകുന്നേരം ആ ഒരു സൺസെറ്റിൻ്റെ വൈബെല്ലാം പിടിച്ചിട്ട് തോട്ടട ബീച്ചിലൂടെ ഞാൻ കുറച്ച് നേരം ഒന്നിങ്ങനെ നടന്നേ. അപ്പോൾ 2 സായിപ്പന്മാരെല്ലാം ഉണ്ടായിരുന്നു. അവരോടെല്ലാം കുറച്ച് നേരം സംസാരിച്ച് എന്നിട്ട് തിരിച്ചിട്ട് എൻ്റെ ഹോം സ്റ്റേയിലേക്ക് വന്ന്. ഇതിൻ്റെ റൂഫ് ടോപ്പിൽ ഒരു പാർട്ടി ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഇവർ ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാം സെറ്റ് ആക്കിയിട്ടുള്ളത്. സൈഡിൽ മ്യൂസിക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. എറണാകുളത്ത് നിന്ന് വന്ന എന്നെക്കാളും നല്ല അടിപൊളി പ്രൊഫഷണൽ സിംഗേഴ്സ് എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ഹൽദിയും എൻഗേജ്മെൻ്റ് എല്ലാം നടക്കാറുണ്ട് പോലെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പാട്ടെല്ലാം കേട്ടിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ താഴെ ചെറിയൊരു മിനി ബാർ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പരിപാടിക്ക് അനുസരിച്ചിട്ട് അത് അവർ സെറ്റാക്കി തരും. എന്നാൽ പിന്നെ ഇനി സമയം കളയണ്ടപ്പാ, വേഗം കേക്ക് കട്ട് ചെയ്യുക. കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മെല്ലെ നമുക്ക് നോക്കിയിട്ട് ഭക്ഷണ കാര്യത്തിലേക്ക് അങ്ങോട്ട് അങ്ങോട്ട് കടക്കുകയും ചെയ്യാമല്ലോ അല്ലേ. ഞാൻ ആദ്യം വിചാരിച്ചത് ആ ചെറിയ 2 കുട്ടികളെ ബർത്ത്ഡേ ആണെന്നാ. പിന്നെയാണ് മനസ്സിലായത് കുട്ടികളെയല്ല അച്ഛൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പം കേക്കെല്ലാം കട്ട് ചെയ്തിട്ടാ വിതരണം തുടങ്ങി. ഞാൻ കേക്ക് തൊട്ടിട്ടില്ല. ഇടയ്ക്ക് ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഷുഗർ ഡയറ്റ് ആയിരിക്കും. അന്നേരം ഞാൻ മധുരമൊന്നും കഴിക്കില്ല. ഇവിടുന്ന് ഒരു തുള്ളി മധുരം ഞാൻ കഴിച്ചില്ലേ. അല്ലാ, ഇതാ പണ്ടത്തെ ഞാനല്ലേ ഓടിക്കളിക്കുന്നത്. ഞാൻ ഇങ്ങനെ തന്നെയാണ് പണ്ട്. ഞാൻ വിചാരിച്ച് കേക്ക് മുറിച്ച് കഴിഞ്ഞപാട് പാട്ട് കേട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങാന്ന്. പക്ഷേ കേക്ക് മുറിച്ച് കഴിഞ്ഞപാടുണ്ട് താഴേന്ന് വൻ സ്ഫോടനാ. പാടൻ എല്ലാവരും താഴേക്ക് ഓടിയെ. നോക്കുമ്പോൾ എന്തെന്നാ ഭയങ്കര പടക്കം. മേലെ പോയി നിൽക്കാണ്ട് പൊട്ടുന്നു, കമ്പിത്തിരി കത്തിക്കുന്നു, പൂക്കുറ്റി കത്തുന്നു, പിന്നെ ലേശം ചെറിയ പടപടക്കോയ, അങ്ങനെ എല്ലാം ആയിട്ട് ഗംഭീര പരിപാടി. എന്നിട്ട് പടക്കം പൊട്ടിക്കഴിഞ്ഞപാട് നേരെ മേലേക്ക് പോയ ആളെ കൂടെ ഞാനും പോയെ. എന്നിട്ട് ആ ഭക്ഷണത്തിൻ്റെ ക്യൂവിൽ അവിടെ പോയി നിന്ന്. പൊറോട്ടയുണ്ട്, ചപ്പാത്തിയുണ്ട്, നെയ്ച്ചോറുണ്ട്, എല്ലാം ലേശം ലേശം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പൊറോട്ട എടുത്ത്, ഒരു ചപ്പാത്തി എടുത്ത്, ഒരു 2 കയ്യിൽ നെയ്ച്ചോറ് ലൈറ്റായിട്ട് വാങ്ങിച്ച്, പിന്നെ അതിൻ്റെ മേലേക്ക് ലേശം ചിക്കൻ കറി വെച്ച്. ഇത് മട്ടൺ സ്റ്റൂ ആണ്. അപ്പം മട്ടൺ സ്റ്റൂ കുറച്ച് ഒഴിച്ച്. ഇത് ചിക്കൻ ബിരിയാണീൻ്റെ ബിരിയാണി റൈസാണ്. നെയ്ച്ചോറുണ്ട്, പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ട് കേട്ടോ. ഇത് ചിക്കൻ ബിരിയാണീൻ്റെ ചിക്കൻ പീസ്. ഇതൊന്നും പോരാഞ്ഞിട്ട് ബീഫും ഉണ്ട്, ചിക്കൻ ഫ്രൈയും ഉണ്ട്. അങ്ങനെ എല്ലാം കുറച്ച് കുറച്ച് കൈപ്പറ്റി ആ പ്ലേറ്റ് കയ്യിലേന്തിയിട്ട് ഏടെയാന്ന് ഒരു കാലി മേശയും കസേരയും ഇല്ലെന്ന് നോക്കിയിട്ട് ഇങ്ങനെ കുറച്ച് നേരം നടന്ന് അവസാനം ഒരു സ്ഥലം കിട്ടി. എന്നിട്ട് ആടെ ഇരുന്നിട്ട് പതുക്കെ കഴിക്കാൻ തുടങ്ങിയേ. ബിരിയാണി റൈസിൻ്റെ ഈ നെയ്ച്ചോറിൻ്റെ അടിയിൽ അകപ്പെട്ടു പോയ ചപ്പാത്തിയിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം ഇങ്ങോട്ട് എടുത്തിട്ട് അത് മട്ടൺ സ്റ്റൂവിൽ മുക്കിയിട്ട് കഴിച്ചു നോക്കിയ ശേഷം ലേശം ബിരിയാണി റൈസും മസാലയും മാത്രം കുറച്ചിട്ട് കഴിച്ചു നോക്കിയേ. ഏകദേശം ഒരു 1/4 ഭാഗം ഫ്രൈ ആയിട്ട് ദമ്മ് ചെയ്തിട്ട് വരുന്ന ആ ബ്രോയിലർ ചിക്കൻ ബിരിയാണി ഇല്ലേ, ആ ഒരു ടൈപ്പ് ബിരിയാണിയാണ് കേട്ടോ ഇത്. അതിന്
ലഗോൺ ചിക്കൻ ബിരിയാണീൻ്റെ ആ ഒരു മണമല്ല. ഒരു ഒരു വേറെത്തന്നൊരു മണാ. ആ ബിരിയാണി അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചിക്കൻ പീസ് ചേർത്ത് വെച്ച് കുഴച്ചിട്ടും കഴിച്ച്, പിന്നെ ചിക്കൻ ഫ്രൈ അതിൻ്റെ കൂടെ വെച്ചിട്ടും കഴിച്ചു നോക്കിയേ. അതിലുണ്ടായിരുന്ന ആ ചിക്കൻ ലേശം ഒന്ന് മുറ്റാണ് എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാലേ ബിരിയാണീൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ, ഊഫ് എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ല കേട്ടാ. മംഗലപ്പുരക്കും പിന്നെ പുരയക്കൂടലെല്ലാം നമ്മളെ വാഴയിലയിൽ വിളമ്പി തരുന്ന ആ ഒരു ചിക്കൻ ബിരിയാണി ഇല്ലേ, ഏകദേശം ആ ഒരു ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ചപ്പാത്തീൻ്റെ ഇടയിൽ ഇതായി കോഴി പൊരിച്ചതിൻ്റെ ഒരു ചെറിയ പീസ് ഇങ്ങനെ വെച്ചിട്ട് ആ ചപ്പാത്തി കോഴി പൊരിച്ചും ചേർത്ത് മടക്കിയിട്ട് ലേശം ബീഫിൻ്റെ ആ ഗ്രേവിയിലും മട്ടൻ്റെ ഗ്രേവിയിലും കൂടെ ഒരുമിച്ച് നോക്കിയിട്ടും കഴിച്ച്. ആടെ പാട്ടും ഡാൻസെല്ലാം ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്തെ സൈഡിൽ ഇരുന്നിട്ട് എൻ്റെ ഫുഡ് അടിയാണെങ്കിൽ അതിനേക്കാൾ ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. ഒന്നാമത്തെ റൗണ്ട് വിജയകരമായിട്ട് പര്യവസാനിപ്പിച്ച ശേഷം രണ്ടാമത്തെ റൗണ്ടിനായിട്ട് ഇറങ്ങി ലേശം നെയ്ച്ചോറ്, ഒരു ചപ്പാത്തി, ഒരു പീസ് ചിക്കൻ ഫ്രൈയും കുറച്ച് മട്ടൺ സ്റ്റൂ മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ആ നെയ്ച്ചോറിലേക്ക് മട്ടൻ്റെ പീസ് അങ്ങോട്ട് ഉടച്ച് ചേർത്തിട്ട് കഴിച്ചേ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മട്ടൺ സ്റ്റൂ നെയ്ച്ചോറ് ഉഷാറായിട്ടുണ്ട്. ഇത് പിന്നെ ഗുലാബ് ജാമുൻ ഉണ്ടേനു, പിന്നെ ക്യാരറ്റ് ഹൽവ ഉണ്ടേനു, പിന്നെ ഐസ്ക്രീം ഉണ്ടേനു കേട്ടോ. അത് ഞാൻ തൊട്ടിട്ടില്ല. ലേശം സാലഡ് കഴിച്ചു അവസാനം, ഒന്ന് ബോഡി ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെയും കുറേ നേരം പാട്ടും ഡാൻസെല്ലാം ഉണ്ടേനു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് രാത്രി ഒരു 12:30 ആകുമ്പോൾ ഞാൻ പോയി കിടന്നുറങ്ങി. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എനിക്ക് ബീച്ചിൽ പോകേണ്ടതുകൊണ്ട് ഒരു 8 മണിക്ക് അലാം വെച്ച് എഴുന്നേറ്റിനെ ബെഡ് കോഫി അല്ല കട്ടൻ ചായ വേണമെന്ന് ചോദിച്ചിന് അവർ. ഞാൻ പറഞ്ഞു വേണ്ട, അന്ന് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്. ഇത് അവർ വാങ്ങിച്ചതാണ്, എല്ലാവർക്കും വേണ്ടി വാങ്ങിച്ചു അവിടെയില്ല. അപ്പോൾ അനക്ക് വാങ്ങിച്ചിന് മസാല ദോശയാണ്. ഇതിൻ്റെ കൂടെ സാമ്പാർ മറ്റേ തക്കാളി ചട്നിയെല്ലാം ഉണ്ട്. ഞാൻ പിന്നെ അത് വേണ്ടാന്ന് പറഞ്ഞു. ഈ തേങ്ങാ ചട്നി മാത്രം കൂട്ടിയിട്ടാണ് കഴിച്ചത്. അങ്ങനെ വിശക്കുന്നൊന്നുമില്ല, ഇന്നലെ നല്ല പോളിംഗ് അല്ലേനോ. എന്നിട്ട് നേരെ ഞാൻ ബീച്ചിലേക്ക് വിട്ട്. ഈ ബീച്ച് വ്യൂ എന്ന് പറഞ്ഞ ഹോം സ്റ്റേന്ന് ഇറങ്ങിയാൽ തന്നെ ബീച്ച് എത്തിയതാ. ജസ്റ്റ് ആ റോഡൊന്ന് ക്രോസ് ചെയ്താൽ മതി. ബീച്ചിലൂടെ ഇങ്ങനെ നടന്നേ, ആരുമില്ല കേട്ടോ. ഭയങ്കര ഒരു പ്രൈവസി ഉള്ള ബീച്ചാണ്. നിങ്ങളിനി ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാലും ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാലും ഫ്രണ്ട്സ് ആയിട്ട് വന്നു കഴിഞ്ഞാലും ഇനിയല്ല കപ്പിൾസ് ആയിട്ട് വന്നു കഴിഞ്ഞാലും ഏത് രീതിയിലുള്ള വൈബ് വേണോ ആ വൈബ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. പിന്നെ ഈ തോട്ടട ബീച്ചിൻ്റെ ബാക്ക് സൈഡിൽ, അല്ലെങ്കിൽ ഞാൻ താമസിച്ച ബീച്ച് വ്യൂ എന്ന് പറഞ്ഞ ഹോം സ്റ്റേ ഇല്ലേ, അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ചെറിയ പുഴയുണ്ടേ. എന്തെന്നാ മോനെ ഫീൽ എന്നറിയാടാ. തോട്ടട ബീച്ച് എന്നുള്ള പേരും പിന്നെ ഇവിടുത്തെ തിരയടിക്കുന്ന ഒച്ചയെല്ലാം ഞാൻ ഇതിൻ്റെ അടുത്തെല്ലാം വന്നേരം കേട്ടിട്ടുണ്ടെങ്കിലും ഈടെ ഞാൻ ആദ്യമായിട്ടാട്ടെ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് താമസം. പക്ഷേ ഈ ഒരു സ്ഥലത്തിനെ പറ്റിയിട്ട് എനിക്ക് അറിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതിലൂടെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഏട്ടൻ മൂപ്പര് വന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ ഞാൻ വലയെറിഞ്ഞിട്ടുണ്ട് കടലിലേക്ക്, ഒന്ന് ബലിക്കാൻ സഹായിക്കുമെന്ന്. ഞാൻ പറഞ്ഞു പിന്നെന്താന്ന്. എന്നിട്ട് ഞാനും അയാളും കൂടെ അയാളെ വല വലിച്ചിങ്ങോട്ട് കയറ്റിയേ. ഒരു ഏട്ടി ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അകത്ത്. അത് മൂപ്പര് നല്ല മൊളേഷനാക്കി അടിക്കുന്ന പറഞ്ഞു എന്നോട്. വെറുതെ പറയുന്നൊന്നല്ല. കണ്ണൂരിലെ പയ്യാമ്പലം ബീച്ചിനേക്കാളും ചാൽ ബീച്ചിനേക്കാളും മുഴപ്പിലങ്ങാട് ബീച്ചിനേക്കാളും എനിക്ക് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് തോന്നിയത് ഈ തോട്ടട ബീച്ചാട്ടോ. ഇനി ഇവിടുത്തെ പ്രൈവസി കൊണ്ടാണോന്നൊന്നും അറിയില്ലേ. അപ്പം നമ്മളെ ബീച്ച് വ്യൂ ഹോം സ്റ്റേ വരുന്നത് തോട്ടട ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ഗൂഗിൾ മാപ്പിലൊക്കെ വളരെ വ്യക്തമായിട്ടുണ്ട് ലൊക്കേഷൻ. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്